പ്രകൃതി രമണീയമായ കരിങ്ങാട് ഗ്രാമം. ഹരിതാഭമായ ഈ കൊച്ചു ഗ്രാമത്തിലെ സരസ്വതി ക്ഷേത്രമായ സെന്റ് മേരീസ് LP സ്കൂൾ ഇന്ന് 62ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരള സാക്ഷരതയുടെ പിതാവും സാമൂഹിക പരിഷ്കർത്താവുമായി അറിയപ്പെടുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയത്തിലൂന്നി സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കരിങ്ങാടിനൊപ്പം അറിവിന്റെ തൂവെളിച്ചം കുരുന്നു ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് കരിങ്ങാടിന്റെ മണ്ണിൽ സെന്റ് മേരീസ് LP സ്കൂൾ പ്രശോഭിതമായിട്ട് 62 വർഷം പിന്നിടുന്നു. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം രക്ഷാധികാരിയായ അഭിവന്യ റെമിജിയോസ് ഇഞ്ചനാനിയൽ പിതാവിൻ്റെയും കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ടിൻ്റെയും സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിനോയ് പനക്കലിൻ്റെയും നിയന്ത്രണങ്ങൾക്കും ഉപദേശങ്ങൾക്കുമൊപ്പം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബാസിൽ ടീച്ചറിന്റെ നേതൃത്വത്തിൽ സഹപ്രവർത്തകരായ 4 അധ്യാപകരുടെയും PTA സഹകരണത്തോടെ നമ്മുടെ സ്കൂൾ ഇന്ന് പ്രവർത്തിക്കുമ്പോൾ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ ഉന്നതിയിലെത്തിക്കുവാനും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച് പരിശീലനം നൽകുവാനും ഈശ്വര ചൈതന്യത്തിൽ കുട്ടികളെ വളർത്തുവാനും കഠിന പ്രയത്നം ചെയ്യുന്നവരുടെ കൂട്ടായ്മയായി മാറുകയാണ് ഈ വിദ്യാലയം. സ്കൂളിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന കരുത്തുറ്റ PTA ആണ് നമുക്കുള്ളത്. ഈ വർഷത്തെ ജനറൽ ബോഡി യോഗവും PTA ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സുഗമമായി നടന്നു. PTA പ്രസിഡന്റായി ശ്രീ മജീഷ് KTയും വൈസ് പ്രസിഡന്റായി ശ്രീ രജീഷ് KB യും MPTA പ്രസിഡന്റായി ശ്രീമതി വീണ രാജേഷും വൈസ് പ്രസിഡന്റായി ശ്രീമതി രജിഷ ഷൈത്തും ചുമതലയേറ്റു. മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂൺ 3-ന് കുട്ടികൾ എത്തിയതോടെ ഈ അക്ഷരമുറ്റം വീണ്ടും ഉണർന്നു. കെട്ടിലും മട്ടിലും പുതുമയോടെ ശാലീന സുന്ദരിയായി കാണപ്പെട്ട വിദ്യാലയം ഏവരിലും സന്തോഷമുളവാക്കി. മധ്യവേനൽ അവധിക്ക് വിദ്യാലയം പുതുക്കി പണിതു തന്ന താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയോട് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണി ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിച്ചു. ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് മീഡിയം UKG ക്ലാസുകൾ ആരംഭിക്കുകയും ശ്രീമതി ദീപ്തി ബിനിലിനെ PTA മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ അധ്യാപികയായി നിയമിക്കുകയും ചെയ്തു. പുതുതായി എത്തിയ കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരവും നൽകി സ്വീകരിച്ചു. അക്ഷരദീപം തെളിയിച്ചു. പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടിക്കൊണ്ട് ഈ വർഷം SSLCക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ റിയ മനോജ്, സാൻവിയ AK, സീന ലാലു എന്നീ മിടുക്കികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. 25 വർഷമായി ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കരിങ്ങാടിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഉഷ ടീച്ചറിനെ ആദരിച്ചു. തന്റെ സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ, സമർപ്പണത്തിന്റെ പ്രകടനമായി ഉഷ ടീച്ചർ വിദ്യാലയത്തിന് ഒരു മൈക്ക് സമ്മാനിക്കുകയും ചെയ്തു. 1-ാം വാർഡ് മെമ്പർ ശ്രീ പുരുഷോത്തമൻ, സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങൾ, രക്ഷിതാക്കൾ, മറ്റ് അഭ്യുദാകാംക്ഷികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന പ്രവേശനോത്സവം ഐശ്വര്യപൂർണമായ അധ്യയന വർഷത്തിന് തുടക്കമിട്ടു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിലും വീടുകളിലും വൃക്ഷത്തൈകൾ നട്ടു. 25 വർഷത്തെ സേവനങ്ങളുടെ ഓർമ്മയ്ക്കായി ശ്രീമതി ഉഷ ടീച്ചർ സ്കൂൾ അങ്കണത്തിൽ ഒരു മംഗോസ്റ്റിൻ തൈ നട്ടു. കൂടാതെ ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ നിർമ്മാണം ഇവ നടത്തി. കുട്ടിക്കൂട്ടം. മധ്യവേനൽ അവധിക്കാലത്ത് കലാപരിപാടികളും അറിവിനുതകുന്ന മറ്റു പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തും നാടിന് മാതൃക കാണിച്ച നമ്മുടെ വിദ്യാർത്ഥികളായ ആദികൃഷ്ണ, ഇഷാൻ സൂര്യ, ഹാർദിക്, ധ്യാൻ ജിജോ, കാശ്മീര എന്നീ കുട്ടികളെ ആദരിച്ചു. വായനാ വാരം ആചരിച്ചു. ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുകയും ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു. ക്വിസ് മത്സരം, PN പണിക്കർ അനുസ്മരണം, വായനയെക്കുറിച്ചുള്ള പോസ്റ്റർ നിർമ്മാണം എന്നിവ നടത്തി. തന്റെ അപ്പൂപ്പന്റെ ഓർമ്മ ദിനം പ്രമാണിച്ച് കുമാരി അർപ്പണ അനൂപ് 35 ബാലസാഹിത്യ കൃതികൾ സംഭാവന ചെയ്തു. ജൂൺ 21 യോഗാ ദിനത്തിൽ യോഗയുടെ ആവശ്യകതയെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചും ദീപ്തി ടീച്ചർ ക്ലാസ് എടുത്തു. എല്ലാ കുട്ടികൾക്കും യോഗ പരിശീലനം നൽകുകയും ചെയ്തു.
ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ബോധവൽക്കരണ ക്ലാസ് നൽകുകയും ചെയ്തു. റാലിയും ഉണ്ടായിരുന്നു. ബഷീറിന്റെ കൃതികൾ, കഥാപാത്രങ്ങൾ പരിചയപ്പെടുത്തി ബഷീറിന്റെ രേഖാചിത്രം വരച്ചു. ബഷീർ ദിനം സമുചിതമായി ആചരിച്ചു. നാളത്തെ സമൂഹത്തെ പടുത്തുയർത്തേണ്ട കുട്ടികളിൽ നേതൃത്വ വാസനയും ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുന്നതിനായി ജനാധിപത്യ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ലീഡറായി നൈനിക നിമിനേഷ്, അസിസ്റ്റന്റ് ലീഡറായി അവന്തിക PS, സാഹിത്യ സമാജം സെക്രട്ടറിയായി ആഷ്മിൻ ഷൈദ് എന്നിവർ ചുമതലയേറ്റു. കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ വീരമൃത്യു വരിച്ച നായിബ് സുബേദാർ ശ്രീജിത്ത് M, സേനാ മെഡൽ ശൗര്യ ചക്ര. 3ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി 50 തൂക്ക് ചെടിച്ചട്ടികൾ വിദ്യാലയത്തിന് നൽകി. പൂർവ്വ ജവാന്മാരായ ശ്രീ സുനിലാൽ, ശ്രീ അജീഷ് എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ചാന്ദ്രദിന ക്വിസ് പതിപ്പ് നിർമ്മാണം ഇവ നടത്തി. കുന്നുമ്മൽ ഉപജില്ലാ തലത്തിൽ നടത്തിയ ചാന്ദ്രദിന ക്വിസിൽ മാസ്റ്റർ ധ്യാൻരാജ് P അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. ആഗസ്റ്റ് 6 ഹിരോഷിമ നാഗസാക്കി ദിനാചരണ ഭാഗമായി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി സന്ദേശം നൽകുകയും പോസ്റ്ററുകൾ നിർമ്മിക്കുകയും ചെയ്തു. സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ഏറെ കൗതുകകരമായിരുന്നു. സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജിനോയ് പനക്കൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വർണ്ണശബളമായ മാസ്റ്ററിൽ നടത്തുകയും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയും ചെയ്തു. മെമ്പർമാർ, രക്ഷിതാക്കൾ, സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങൾ, മറ്റ് അഭ്യുദാകാംക്ഷികൾ ഇവരുടെ സ്വാതന്ത്ര്യദിന ചടങ്ങിന് കൂടുതൽ വർണ്ണാഭയേകി. സ്നേഹവിരുന്നായി പായസവും എല്ലാവരും ആസ്വദിച്ചു. അൽഫോൺസ വാരാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 28 കലാപരിപാടികൾ നടത്തുകയും വിശുദ്ധ അൽഫോൺസയെ അനുസ്മരിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം ലളിതമായ ചടങ്ങുകളോടെ ആചരിച്ചു. കുട്ടികൾ അധ്യാപകർക്ക് ആശംസകൾ നൽകി, സമ്മാനങ്ങളും പൂച്ചെണ്ടും നൽകി. സമൂഹത്തിൽ അധ്യാപകർക്കുള്ള പ്രാധാന്യത്തെപ്പറ്റി HM സംസാരിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന് ഒരുമയുടെ ഓണം ആഘോഷിച്ചു. ഒരുമയുടെ പൂക്കളം നിർമ്മിച്ചു. ഓണക്കളികൾ നടത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചു. കുട്ടികളുടെ കലാപരവും കായികപരവും ശാസ്ത്രപരവുമായ കഴിവുകളെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി കലാമേള, ശാസ്ത്രമേള, കായികമേളകൾ നടത്തുകയും വിജയികളെ ഉപജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും ഗ്രേഡുകൾ ലഭിച്ചു. പ്രവൃത്തി പരിചയ മേളയിൽ നെറ്റ് നിർമ്മാണം, ത്രെഡ് പാറ്റേൺ, പൂക്കൾ നിർമ്മാണം, ചിത്രത്തുന്നൽ, ജോമെട്രിക്കൽ ചാർട്ട് എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത ആഷ്മിൻ ഷൈദ്, ആദിദേവ്, നൈനിക നിമിനേഷ്, ആദികൃഷ്ണ രജീഷ്, അന്വയ് എന്നീ കുട്ടികൾക്ക് 2ാം സ്ഥാനവും A ഗ്രേഡും ലഭിച്ചു. ഗാന്ധി ജയന്തി, കേരളപ്പിറവി ദിനം, ശിശുദിനം എന്നിവ ആചരിച്ചിട്ടുണ്ട്. റാലികൾ നടത്തുകയും പോസ്റ്ററുകൾ തയ്യാറാക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത അങ്കണവാടി കുട്ടികളെയും ഈ ദിനാചരണങ്ങളിൽ ഉൾച്ചേർക്കാറുണ്ട്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ഒരു ക്രിസ്മസ് ആഘോഷം കൂടി. പുൽക്കൂട് ഉണ്ടാക്കുകയും കരോൾ ഗാനങ്ങൾ പാടിയും ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. വർണ്ണശബളമായ റാലിയും ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ പിറക്കേണ്ട പുൽക്കൂടിന്റെയും നക്ഷത്രങ്ങളുടെയും ആവശ്യകത സിസ്റ്റർ ജ്യോതിസ് തന്റെ സന്ദേശത്തിൽ കുട്ടികളുമായി പങ്കുവച്ചു. വിവിധതരം ഭക്ഷണ സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 1ാം ക്ലാസ്സിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് വേറിട്ട അനുഭവമായി. വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയ വിഭവങ്ങൾ ഉച്ചഭക്ഷണത്തോടൊപ്പം എല്ലാവർക്കും വിളമ്പി. നവംബർ 1 പടത്തുകടവ് സ്കൂളിൽ വെച്ച് നടത്തിയ മേഖലാതല ടാലന്റ് ഷോ മെഗാ ക്വിസിൽ അഭയകൃഷ്ണ, നിരഞ്ജിമ എന്നീ കുട്ടികൾ പങ്കെടുക്കുകയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്ന ശ്രീമതി അലീന ബെന്നി സംഭാവന ചെയ്ത ചിക്കൻ ബിരിയാണിയും കേക്കും ഏവർക്കും ആസ്വാദ്യകരമായിരുന്നു. പുതുവർഷ പുലരിയിലെ പുതിയ തീരുമാനങ്ങൾ മുടക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ലിറ്റി സിസ്റ്റർ തന്റെ ആശംസാ പ്രസംഗത്തിൽ പങ്കുവച്ചു.
ജനുവരി 14-ന് 25 കുട്ടികളും 16 രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് മണിമല ആക്റ്റീവ് പ്ലാനറ്റിൽ വിനോദയാത്ര പോയി. റൈഡുകളിൽ കയറിയും മാജിക് ഷോയിലും DJ പാർട്ടിയിലും പങ്കെടുത്തും രുചികരമായ ഭക്ഷണം നുകർന്നും ഓർമ്മയിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന ദിനമായി അന്ന്. അധ്യാപക രക്ഷാകർതൃ ബന്ധത്തെ ഒന്നുകൂടി ദൃഢകരമാക്കുവാൻ ആ വിനോദയാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓണാവധിക്ക് ശേഷം LSS പരിശീലനം ആരംഭിച്ചു. 11 കുട്ടികൾ LSS പരീക്ഷ എഴുതി. അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒരുമിച്ചുള്ള അധ്വാനത്തിന് നല്ല ഒരു റിസൾട്ടിനായി കാത്തിരിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പരിശീലനം ക്ലാസ് അധ്യാപകർ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്തു വരുന്നു. അധ്യയന വർഷം അവസാനം ആയപ്പോൾ അതിന്റെ പുരോഗതി അധ്യാപകരിലും രക്ഷിതാക്കളിലും അഭിമാനം തോന്നുന്ന തരത്തിലാണ്. കഴിഞ്ഞ 4 വർഷം ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്ത ബാസിൽ ടീച്ചർ 4ാം തരത്തിൽ നിന്ന് ഉന്നത പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള യാത്രയയപ്പും സ്നേഹവിരുന്നും നടന്നു. യാത്രാമംഗളുകൾ നേരുകയും ചെയ്തു. തികച്ചും സുരക്ഷിതമല്ലാത്ത അപകടഭീതി ഉയർത്തുന്ന ടോയ്ലറ്റ് സൗകര്യമാണ് വിദ്യാലയത്തിനുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഒരു ടോയ്ലറ്റിനു വേണ്ടി പഞ്ചായത്ത് തലത്തിൽ അപേക്ഷ നൽകുകയും ഉടനടി അത് പാസാക്കി തരികയും 8 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ടോയ്ലറ്റ് നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ടോയ്ലറ്റിനു വേണ്ടി ഏറ്റവും സുരക്ഷിതമായ നല്ല സ്ഥലം തന്നെ അനുവദിച്ചു തന്ന സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജിനോയ് പനക്കലിനെയും വിദ്യാലയത്തിന്റെ ഏതു പ്രവർത്തനത്തിനും സഹായം തരികയും സപ്പോർട്ട് തരികയും ചെയ്യുന്ന 2ാം വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണി, 1ാം വാർഡ് മെമ്പർ ശ്രീ പുരുഷോത്തമൻ, ഏറെ പ്രത്യേകമായി കാവിലുംപാറ പഞ്ചായത്ത് സംവിധാനത്തെ തന്നെ നന്ദിയോടെ ഓർക്കുന്നു. ഉണർവ് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി എല്ലാ വർഷവും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കായിക അധ്യാപകനെ വിദ്യാലയത്തിലേക്ക് അയക്കാറുണ്ട്. ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നത് PT ദിനേശൻ മാസ്റ്ററാണ്. ആഴ്ചയിൽ 2 ദിവസം കുട്ടികൾക്ക് അദ്ദേഹം കായിക പരിശീലനം നടത്തിവരുന്നു. 2024-25 അധ്യയന വർഷത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കോർപ്പറേറ്റ് മാനേജർ, നോൺ മീൽ ഓഫീസർ, BRC പ്രവർത്തകർ സ്കൂൾ സന്ദർശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിന്റെ മറ്റൊരു മുതൽക്കൂട്ടാണ് പാചക നിപുണയായ മോളി. ഉപജില്ലാ തലത്തിൽ നടത്തിയ പാചക മത്സരത്തിൽ ശ്രീമതി മോളി ബാബു പങ്കെടുക്കുകയും AOയുടെയും NMOയുടെയും പ്രത്യേക പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്തു. പച്ചക്കറിത്തോട്ടവും പൂക്കളും പൂന്തോട്ടവും നമ്മുടെ വിദ്യാലയത്തെ ഏറെ സുന്ദരമാക്കുന്നു. പഠന മികവുകളുടെ നേർക്കാഴ്ചയായ പഠനോത്സവം നടത്തി കുട്ടികൾ അവർ നേടിയ പഠന മികവുകൾ അവതരിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും നല്ല വിദ്യാലയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ അധ്യയന വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. അച്ഛനും അമ്മയും കാണുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കാൻ 2024-25 അധ്യയന വർഷത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.